ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലായിട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. എനിക്ക് സുഖം. അപ്പം നമ്മളൊരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. എന്താണെന്നുള്ളത് കാണാം. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, അപ്പത്തിന് അരി ഇട്ട് കേട്ടോ. അരി ആട്ടാൻ വേണ്ടിയിട്ടപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇച്ചിരി അരി എടുത്ത് നമ്മളെ ഒരു ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറിലുണ്ടല്ലോ, ജാറിൽ വെച്ചാണ് പെട്ടെന്ന് വെള്ളം തോരാൻ വേണ്ടിയിട്ട് നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ജാറിൽ ഞാൻ ഒരു പിടി അരി എടുത്ത് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിന് എന്താ ഞാൻ ചെയ്യാൻ പോണേന്ന് വഴിയേ കാണാം. ഓക്കെ, നമ്മുടെ അരിപ്പൊടി വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. അരി വെള്ളമൊക്കെ തോർന്നിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ സൂപ്പറായിട്ട് ഫ്രഷ് ആയിട്ടുള്ള അരിപ്പൊടി ചേച്ചി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അരിക്കൊന്നും വേണ്ട നമുക്ക്. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ അരിയുടെ സംഭവത്തിൽ വെച്ച് അരിച്ചെടുക്കുമല്ലോ, എന്തോന്നു പേരും മറന്നോണം. അതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അരി അരിക്കുന്ന അരിപ്പ് വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കണമല്ലോ, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഞാൻ അതനുസരിച്ച് നല്ല ഫ്രഷായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ എന്താ ചെയ്യാൻ പോണേന്ന് കാണാം. കുറച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ആവശ്യത്തിന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ വറുത്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അരിപ്പൊടി വറുത്തൊന്നും എടുത്തില്ല. പൊടിച്ച് ഫ്രഷായിട്ട് തന്നെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഫ്രിഡ്ജിലാകുമ്പോൾ ഇരിക്കുമല്ലോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് നോക്കാം. ഞാനിതാ ഇച്ചിരി അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം മക്കളെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുഖത്തിന് ഇടാം. അപ്പോൾ ഫേസ് കാണാം. പിന്നെ ഫേസിലിടാം. ഫേസൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ നമുക്കത് പാക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും തേനും കൊണ്ടുള്ള സംഭവം ഇട്ട് കൊടുക്കാം. പാക്ക് നമ്മൾ മുഖത്തിട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ചന്ദനം നമുക്കിത് മൊത്തം ഇടുന്നത് കാണിച്ച വീഡിയോക്കിൽ എന്ത് കൂടുമെന്നാണ് എനിക്ക് സംശയം. ഞാൻ ഇത് ഇട്ട് തീർന്നതിന് ശേഷം കാണിക്കാം. കാരണം എന്താണെന്നറിയുമോ, വീഡിയോക്ക് എന്ത് കൂടും. ചേച്ചി മൊത്തം ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏതാണ്ട് ഇട്ട് തീരാനായിട്ടുണ്ട് കേട്ടോ. കണ്ണ് കണ്ടുകൂടാ, അതാണ് പ്രശ്നം കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വീഡിയോ നോക്കുമ്പോണ്ടല്ലോ, ഇവിടെ കാണില്ല.
കണ്ണ് കണ്ടുകൂടാത്തതിൻ്റെ പ്രശ്നമാണ് പ്രശ്നം. എല്ലായിടത്തും ആയ എന്തൊരു പാടാ. എന്തെങ്കിലുമൊക്കെ ആവുമെന്നാണ് പേടി. കണ്ണ് കണ്ടിടാണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോർട്ടുമായിട്ട് വരുന്നതായിരിക്കും. ഇതിപ്പോൾ വീഡിയോയിലായിട്ട് വരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ ലുക്ക്. മൊത്തത്തിട്ട് കാണിച്ച വീഡിയോ ലെന്ത് കൂടുന്നുള്ളതാണ് നമ്മൾ ചുരുക്കിയൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഞാൻ കഴുത്തിലൊന്നും ഇടുന്നില്ല കേട്ടോ, ഫേസിൽ മാത്രം. നമ്മളെ പിന്നെ അരിപ്പുണ്ടല്ലോ, അരിക്കണ അരിപ്പ് അതിലരിക്കാത്തതുകൊണ്ട് ചെറിയൊരു തരിതരിപ്പുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. സ്ക്രബ് ചെയ്യുന്നവർക്ക് ഇത് നല്ലതാണ്. നമ്മൾ ഈ അരിപ്പൊടി വെച്ച് മസാജ് സ്ക്രബ് ചെയ്യുമല്ലോ, അവർക്ക് പറ്റിയൊരു പൊടിയാണ്. ഞാനിപ്പോൾ സ്ക്രബിങ് ഒന്നും കൊടുക്കുന്നില്ല, അതെപ്പോഴെങ്കിലും ഒരു സ്ക്രബിങ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള അരി വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിച്ചെടുത്ത് ലൈവായിട്ട് പൊടിച്ചു വറുത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ വറുത്തൊന്നും എടുക്കാണ്ട് പച്ചമാവിൽ തന്നെയാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ എല്ലാവരും കാണുക, കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് ഉഷാറാക്കുക. ലൈക്കുകളും കൂടെ മറന്നു പോക്കാതെ ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് ടിപ്പാണ്. അടുത്തൊരു ടിപ്പുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു. വീഡിയോയ്ക്ക് ഇപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് പോലും അറിയത്തില്ല.